എൻ്റെ മക്കളെ, നമ്മളെന്ത് സംഭവിച്ചത്? നമ്മളുടെ സ്പിരിച്വാലിറ്റി നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു നല്ലതുപോലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ നമ്മളിങ്ങനെ ചിരിച്ചും സന്തോഷിച്ചൊക്കെ നടക്കും. പക്ഷേ നെഗറ്റീവ് ഹാപ്പൻ ചെയ്താൽ നെഗറ്റീവ് നമ്മുടെ സ്പിരിച്വാലിറ്റി അഡ്രസ്സ് ചെയ്യുന്നില്ല. അതാണൊരു പ്രശ്നം. പക്ഷേ ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി ആക്ച്വലി വി വിൽ ഫോക്കസ് അപ്പോൺ ദി നെഗറ്റീവ്സ്. അയാൾ പറഞ്ഞു കേട്ടില്ലേ? കാര്യം അനുഗ്രഹം എന്ന് പറയുന്നത് ഫിസിക്കൽ ഫേവേഴ്സാണ്. അതിനകത്ത് PR-ഉം പരീക്ഷാ വിജയവും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ രോഗസൗഖ്യമൊക്കെ അനുഗ്രഹത്തിലുള്ളതാണ്. അത് ഫിസിക്കാലിറ്റിയെ ബാധിക്കുന്നതാണ്. ഇനിയുള്ള വിഷയമെന്ന് പറയണത് വേറെ ഒരു സംഭവമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വിചാരിച്ചോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അത് നെഗറ്റീവല്ല. ശരിക്കും ഞാനിപ്പോൾ ഒരു 90കളിൽ ഒരു 3 സെൻറ്റ് സ്ഥലം കിട്ടാൻ വേണ്ടി 90-ൽ എനിക്കറിയാം, എനിക്ക് കർത്താവ് എനിക്ക് നോട്ട് തന്നായിരുന്നു, ശുശ്രൂഷ കർത്താവ് കണ്ടിന്യൂ ചെയ്യുമെന്ന്. അപ്പം ഇത് 84 തുടങ്ങിയ ശുശ്രൂഷയാണ്. അപ്പോൾ 90 എനിക്ക് കർത്താവ് എനിക്ക് നോട്ട് തന്നായിരുന്നു. കൃപാസനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 92-ലാണ്. രജിസ്റ്റർ ചെയ്യുന്ന മുമ്പ് തന്നെ എനിക്ക് കർത്താവ് പറഞ്ഞായിരുന്നു ഒരു കൗൺസിൽ സെൻറ്റർ തരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലവും. അപ്പോൾ ഞാനന്ന് കൊച്ചച്ഛനാണ്, വെറും കൊച്ചച്ഛൻ, അച്ഛനായിട്ട് 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. 34 കൊല്ലം മുമ്പുള്ള കഥ പറയണത്. അതായത് ഇപ്പോൾ ഓർപ്പിച്ചുകൊണ്ട് മനഃപൂർവ്വം പറയണമല്ല, ഇപ്പോൾ ഇത് ഓർത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പം ഞാനവിടെ ഈ 2-3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി ഈ തുമ്പോളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ, ആലപ്പുഴ ഉള്ളതാണ്, തീരദേശത്തെ സ്ഥലമാണ്. പിന്നെ അർത്തുങ്കൽ, നിങ്ങൾക്കറിയാം അർത്തുങ്കൽ. അവിടെ നിന്ന് നടന്ന് ഇപ്പം നമ്മൾ ജോപാനം നടത്തിയ പോലെ ഞങ്ങൾ 3 പേരും കൂടി ജോപാനം നടത്തിയിട്ടുണ്ട്. ഞാനും തങ്കച്ചനും പീറ്ററും, ഞങ്ങൾ 3 പേര് ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ. അവർ 30 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് അവർ. അന്ന് ഞങ്ങൾ ഈ തുമ്പോളിൽ നിന്ന് അർത്തുങ്ക വരെ ജവമാലയം പിടിച്ചുകൊണ്ട് നടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനാണ്? 3 സെൻറ്റ് സ്ഥലം കിട്ടാൻ. മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് തന്നെ ചെത്തിയിലൊരു സ്ഥലം കണ്ടുപിടിച്ച്, ചെത്തി എന്ന സ്ഥലമുണ്ട് അവിടെ. 1 കൊല്ലം അതിനു വേണ്ടി അടയിരുന്ന പോലെ പ്രാർത്ഥിച്ച്. പക്ഷെ ആ സ്ഥലം കർത്താവ് തന്നില്ല. ആ രൂപതയുടെ പള്ളിയുടെ സ്വന്തം സ്ഥലമായിട്ട് പോലും പള്ളിക്കമ്മൻ്റെ തീരുമാനിച്ചത് പോലും എനിക്ക് കിട്ടിയില്ല ആ സ്ഥലം. പക്ഷെ 97 ഇവിടെ താമസിച്ചിരുന്നൊരു സന്യാസി വര്യനായ ഒരു ഫ്രാൻസിസ് ബ്രദർ ഉണ്ടായിരുന്നു. പ്രായമായിരുന്നു. എന്നെ കാണാൻ വേണ്ടി എൻ്റെ ഇടവക വന്നു ഒരു 11 മണിയായപ്പോൾ 97. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ സ്ഥലം കുറച്ച് അച്ഛന് തരാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി എൻ്റെ സ്ഥലം കുറച്ച് ഈ കാണുന്ന ഇവിടെ അന്ന് ഈ തെങ്ങൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണിത്. 2 തെങ്ങും കുറച്ച് തലപോയ തെങ്ങൊക്കെ ആയിരുന്നു. ഈ സ്ഥലം അച്ഛൻ വിലക്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ കുറേ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ നടന്നിട്ട് എനിക്ക് 1,40,000 രൂപ കിട്ടി. നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വായ്പ വാങ്ങിച്ചതാണ്. ആ 40,000 രൂപയ്ക്കാണ് ആ സ്ഥലം, 1,40,000 രൂപയ്ക്ക് ഈ സ്ഥലം എടുത്തിരിക്കണം 97. ഇത് 17 സെൻറ്റ് ബ്രദർ തന്നു. പിന്നെ ആ കാണുന്ന സ്ഥലമൊക്കെ നമ്മൾ കുറേ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ആ ഒരു സെൻറ്റ് 8 സെൻറ്റ് തന്നെ ആ കാണുന്ന ബിൽഡിങ് നിൽക്കുന്ന നിങ്ങളുടെ ഉടമ്പടി ഓഫീസ് നിൽക്കുന്ന സ്ഥലം 8 സെൻറ്റിന് ഏതാണ്ട് 37 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചത്. പിന്നെ കാലം മാറിയപ്പോഴേ പെട്ടെന്ന് ഇതിൻ്റെ ചേഞ്ച് വന്നു. അപ്പോൾ ഇതെല്ലാം ആൾക്കാർ വന്ന് കയറി ഇറങ്ങി വന്നപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വില കൂടിപ്പോയി. അപ്പം ഞാൻ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഞാൻ ചോദിച്ച സ്ഥലം ദൈവം എനിക്ക് തന്നില്ല. അതിന് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് 1 കൊല്ലം പ്രാർത്ഥിച്ചില്ലേ അല്ലേ? ഞാൻ ചോദിക്കാത്തത് എനിക്ക് ദൈവം തന്നു. ആ ചോദിച്ച സ്ഥലം എനിക്ക് കിട്ടാഞ്ഞ എന്താണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവും. കാര്യം അവിടെ ഒരു പുഴയുടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം വന്ന് തിരശ്ചീനമായിട്ട് പുഴക്ക് നേരെ കിടക്കിയിരുന്നു. ഇപ്പം ഗവൺമെൻറ് അത് പൊളിച്ചിട്ട് 3-4 അടി പൊക്കത്തിലേക്ക് ആ പാലം 3-4 മീറ്റർ പൊക്കത്തിലേക്ക് ആ പാലം ഉയർത്തി. അപ്പോൾ ആ സ്ഥലത്തിലേക്ക് ഇപ്പം ഇറങ്ങണമെങ്കിൽ ഏണി വെച്ച് ഇറങ്ങണം. അതാണ് സംഭവം. അത് നമുക്കറിയത്തില്ലായിരുന്നല്ലോ, അത് ഇന്നാളെ സംഭവിച്ച കാര്യമാണ്. അപ്പം ദൈവത്തിന് നേരത്തെ മുൻകൂട്ടി നിൻ്റെ ഭാവിയിൽ നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന പലതും മണ്ടത്തരങ്ങളാണ്.
അതെങ്ങനെ തന്നാൽ നിങ്ങളുടെ കാര്യം ജീവിതം തീരും. നിങ്ങൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് വെച്ച് തന്നെ നിങ്ങളുടെ ജീവിതം തീരും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ പറയാൻ, കർത്താവ് ഇപ്പം എൻ്റെ കൊച്ചു ബുദ്ധിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, പിന്നെ എല്ലാം നിൻ്റെ ഇഷ്ടം, നിനക്ക് കാര്യം അറിയാമല്ലോ, ആകാശ് നിനക്ക് ഭാവിയും എല്ലാം അറിയാമല്ലോ. അപ്പോൾ ഒത്തിരി സമർപ്പണത്തിൻ്റെ പോയിൻറ്റ്സ് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകും ഒരു കാര്യത്തിലും. അതുകൊണ്ട് ഈ മരിയൻ സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യണത്. അമ്മയുടെ ഒരു വിഷയമെന്ന് പറയുന്നത്, അമ്മയുടെ ജീവിതത്തിലെ ഒരു നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മ കുറഞ്ഞ പക്ഷം ഒരു റിയാക്ഷൻ എടുക്കണമെന്ന് വെച്ചാൽ മിണ്ടത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് അമ്മയുടെ ഒരു രീതി. അപ്പം ഒരു നെഗറ്റീവ് നമ്മുടെ സ്പിരിച്വാലിറ്റി വന്നിരിക്കുന്നത്, നമ്മുടെ ആധ്യാത്മികതയിൽ നമ്മൾ പോസിറ്റീവിനാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ പോസിറ്റീവിനേക്കാൾ പ്രാധാന്യമാണ് നെഗറ്റീവിനുള്ളത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ബ്ലെസ്സിങ്സാണ്, ക്യാഷ് ആൻഡ് കൈൻഡ്, ഫിസിക്കൽ ബ്ലെസ്സിങ്സാണ് നമുക്ക് കിട്ടുന്നത്, ഫിസിക്കാലിറ്റിയിലുള്ളതാണ്. പക്ഷേ അതിൻ്റെ നെഗറ്റീവിൽ ഇപ്പോൾ ഇയാൾ ജോസഫ് നെവിൻ എന്താ പറയണത്? അയാൾ പറയണത്, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, പക്ഷേ എനിക്ക് ഗ്രേസ് ഫീൽ ചെയ്തെന്നാണ്. അതിന് അഭിഷേകം എന്നാണ് പറയണത്, അനുഗ്രഹമല്ല. അഭിഷേകം എന്ന് പറയണത് പ്രസൻസ് ഓഫ് ഗോഡാണ്, മറ്റത് ഇഫക്റ്റ് ഓഫ് പ്രസൻസാണ്. തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റ് ഓഫ് പ്രസൻസാണ്. ഇപ്പം നിങ്ങൾക്ക് കാറ്റ് അടിക്കുന്നുണ്ടല്ലേ, അതെന്താണ്? കറണ്ടിൻ്റെ ഇഫക്റ്റാണ്. മനസ്സിലായില്ലേ? കറണ്ട് അടിച്ചാൽ നിങ്ങൾ ചത്തുപോകും, കാറ്റടിച്ചാൽ നിങ്ങൾ ചത്തുപോകത്തില്ല. സിമ്പിളല്ലേ? അതെന്നുവെച്ചാൽ കറണ്ട് കൃപയും അനുഗ്രഹം, അതുപോലെ തന്നെ ബ്ലെസ്സിങ്സ് അതിൻ്റെ ഇഫക്റ്റും അതായത് നമ്മൾക്ക് ലഭിക്കുന്ന കൃപ ലഭിച്ച അഭിഷേകമാണ് ഉണ്ടാകുന്നത്. അനുഗ്രഹം എന്ന് പറയുന്നത് ഭൗതികമായ ആനുകൂല്യങ്ങളാണ്, ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. ഈ പലപ്പോഴും നെഗറ്റീവ് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് കിട്ടാത്തപ്പോൾ ദൈവം ഒന്നും തരാതിരിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായ? ഇപ്പം നിങ്ങളുടെ ഒരു കല്യാണം മനസ്സമ്മതം കഴിഞ്ഞതാണ്. പക്ഷേ മനസ്സമ്മതം കഴിഞ്ഞാൽ അറിയണത് നമുക്ക് പറ്റിയ കക്ഷിയല്ലെന്ന് പറയുമ്പോൾ ആ കല്യാണം വിട്ടുപോകുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ല. ചില പെൺപിള്ളേർ കണ്ടില്ലേ, അവിടെ കട്ടിലെ പോയി പോലെ ഈ തേട്ട പോലെ കിടക്കും, വിളിച്ചാൽ നിൽക്കത്തില്ല. അതുപോലെ തന്നെ അവരുടെ അഭ്യാസം കാണിക്കൂടെ. കാര്യം അവൾക്കറിയാം, അവൾക്ക് ചമ്മലാണ് ഭയങ്കര. അവൾക്ക് എന്തോ സൗന്ദര്യം കുറഞ്ഞിട്ട് കല്യാണം പോയെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണത്. അത് വീട്ടുകാർ ആഘോഷിക്കാതിരിക്കാൻ വേണ്ടി അവൾ തേട്ട പോലെ ചുരണ്ട് കിടക്കുകയാണ്. എന്നിട്ട് ഇനി അവളെ പൊക്കിയെടുക്കുമ്പോൾ നമ്മൾ കാരണമാണ് കല്യാണം പോയെന്നുള്ളത്. ആ സംഭവം നമ്മുടെ ഗോളിലിട്ട് ആ പോസ്റ്റ് അടിക്കാൻ വേണ്ടിയാണ് അവളെ കിടക്കുന്നത്. ഒരു തന്ത്രമാണ്. ഇങ്ങനെയൊക്കെ ഒന്നിറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. നിങ്ങൾ സ്പിരിച്വാലിറ്റി ഓപ്പൺ ടു ദി സ്പിരിറ്റാണ്. നിങ്ങൾ തുറന്ന കാര്യത്തിൽ ഇതിനകത്ത് ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കാതെ ഒരു മനസ്സ് തുറന്ന രീതി ദൈവത്തെ സമീപിക്കണം. ദൈവമേ, ദിസ് ഈസ് ദ ഫാക്ട്, ഐ അക്സെപ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. അത് നിൻ്റെ നാമത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങ് വിളമ്പി തരുന്നത് എന്തായാലും കയ്പായാലും മധുരമായാലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് വിളമ്പി തരുന്നത് അങ്ങ് ആയതുകൊണ്ടാണ്. അപ്പൊ എന്റെ വിഷയത്തെക്കാൾ വലുതാണ് എനിക്ക് നിന്റെ സാന്നിധ്യം. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. എന്താണ് ജോസഫ് നെവിനെ കുറിച്ച് പറയണത്? ആ പരീക്ഷയുടെ പരാജയത്തിന്റെ പൊള്ളല് അയാൾക്കത് ഫീൽ ചെയ്തിരുന്നില്ലെന്നല്ലേ അർത്ഥം. നമ്മുടെ കുഴപ്പം എന്താ? നമുക്ക് പൊള്ളൽ ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായ? അപ്പം അതാണ് ഈ ജഡം മനുഷ്യനെന്ന് പൗലോസ് പറയണത്. ജഡം കർത്താവും അഡ്രസ്സ് ചെയ്യുന്നൊരു വിഷയമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതാണ് കർത്താവ് ജഡത്തെക്കുറിച്ചുള്ള അസസ്മെൻ്റ്. അതാണ്. അപ്പം ജഡത്തോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചാൽ
അത് പരാജയമായിട്ട് കരുതരുത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ശരീരമായി അടിസ്ഥാനപ്പെടുത്തി എൻ്റെ ശരീരത്തെ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചാൽ, ഒരു പരാജയം സംഭവിച്ചാൽ, പരാജയമായി തോന്നാത്ത വിധത്തിലെ കർത്താവിന്റെ അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ചാൽ, ഇതിൻ്റെ ആവിയും പൊള്ളലും നെഗറ്റീവ്സിനെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കല്യാണം നഷ്ടപ്പെട്ടു പോവുക, അല്ല ഒരു വസ്തു എടുക്കാമെന്ന് പറഞ്ഞു, അവർ നമുക്ക് അഡ്വാൻസ് തന്നതാണ്, ഇപ്പം സമയമായപ്പോൾ ഇപ്പോൾ ഡേറ്റ് മാറ്റി അവർക്ക് വേണ്ട, നിങ്ങൾ അത് മറച്ചു കൊടുത്തോ, ഞങ്ങൾ തന്ന കാശ് വല്ലപ്പോഴും തന്നുവെച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ സ്കൂട്ടായി പോവുകയാണ്. അവർ കാശില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളെന്താ നമുക്ക് പറ്റിയിരിക്കണത് ഈ 50 ലക്ഷം കിട്ടിയിട്ട് നമ്മൾ 50 പേരോട് പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് തന്നിട്ടുണ്ട്, ഇത്താം തീയതി പ്രമാണമാണ്, കാശ് കിട്ടിയ ഉടനെ തരാമെന്ന്. ഇപ്പോൾ അവന്മാരെല്ലാം ഇങ്ങനെ പാമ്പ് കൊത്താമെന്ന പോലെ നമ്മൾ കൊത്താൻ വരും. ദിസ് ഈസ് അവർ സിറ്റുവേഷൻ. അതാണ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ എല്ലാം കവർ ചെയ്തുകൊണ്ടാണ് ബൈബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പരാജയങ്ങളോ ആകസ്മികമായി ഉണ്ടാകുന്ന തകർച്ചകളോ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ബൈബിൾ മുന്നോട്ട് പോകുന്നത്. അതാണ് നീ അഗ്നിയിലൂടെ നടക്കത്തില്ലെന്ന് പറഞ്ഞോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 43:2. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആദ്യം വായിച്ചേ, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എന്താ സമുദ്രം എന്ന് പറയണ? കണ്ണീര് സമുദ്രമാക്കി പോകണേ. കരച്ചിന്റെ കാലമാണ് പറയണത്. അല്ല നമ്മളാരും ഇങ്ങനെ സമുദ്രത്തിലൂടെ വണ്ടിയും വള്ളവും പിടിച്ചു പോണ കേസല്ല. കണ്ണീരിന്റെ കാലമാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? കണ്ണീരിന്റെ കാലത്തിലൂടെ നീ കടന്നു പോയാലും കണ്ണീരിന്റെ കാലത്തിലൂടെ നീ കടന്നു പോയാലും വായിച്ചോളൂ. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയുമില്ല. അഗ്നിയിലൂടെ നടക്കുമ്പോൾ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. എന്തുകൊണ്ടാണ് നദിയിലൂടെ നടക്കുമ്പോൾ മുക്കിക്കളയാത്തത്? അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മുക്കിക്കളയത്തില്ല. അപ്പം നിങ്ങളവർക്ക് നമ്മൾ പെരിയാറിലൂടെ പമ്പാ നദിയിലൂടെ പോണ കേസല്ല, കടമാണ് ഈ വിഷയം. മനസ്സിലായില്ലേ? 44 കഴിഞ്ഞ വർഷത്തെ ഒരു സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 44 കോടി രൂപ കടമാണ്. അപ്പം 4 കോടിക്കും 44 കോടിക്കും ഓരോരുത്തർക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് മുമ്പിൽ വരികുമ്പോഴാണല്ലോ ഇത് നദിയായിട്ട് മാറണത്. അപ്പം 44 കോടി രൂപ കടവാണ്. ആ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. എന്ത് സമയത്ത് കൊറോണ വന്നപ്പോൾ അവിടെ കമ്പനിയുടെ അടച്ചുപൂട്ടില്ലേ, അല്ലേ? അടച്ചുപൂട്ടിയോട് കൂടി പിന്നെ ലോണൊക്കെ എടുത്തപ്പോൾ കൂടിപ്പോയില്ലേ, പലിശ കൂടിയില്ലേ. ബാങ്കുകാരൻ ഇപ്പോഴും നമുക്ക് ഒന്നും വകവെച്ച് തരണില്ലല്ലോ. സർക്കാർ തരാമെന്ന് പറഞ്ഞാൽ സർക്കാർ ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്കുകാർ പറയും സർക്കാർ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ കേസ് പൈസ തന്നിട്ടില്ലെന്ന് പറയും. അതുപോലെ നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റത്തില്ലെന്ന് പറയും. എല്ലായിടത്തും ഇല്ല എന്നല്ല പറയണത്, എല്ലാം ചെന്നത്. ഇപ്പം നിങ്ങൾ സർക്കാർ തരാമെന്ന് പറഞ്ഞ കൊറോണ വിഹിതമായിട്ട് തരാമെന്ന് പറഞ്ഞ പൈസ അടച്ചിട്ടില്ല. അവിടെ എന്താണ് ഇല്ല എന്നല്ല പറയണത്, ഇല്ല അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ തരാൻ, ലോൺ തരാൻ പറ്റത്തില്ല. ഈ ഇല്ല അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പുതിയ നിയമം തുടങ്ങണത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇല്ലയാണേ, ആ പുരാതനമായി ഇല്ലേ. ഇന്ന് ആധുനികമായി ഇല്ലയിലേക്ക് പ്രവേശിക്കുന്നത് എല്ലാം ഇല്ല തന്നെ വിഷയം. ഒരു ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം ദൈവത്തെ അവിടെ ഇടപെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തെ ഇടപെടുത്താൻ പറ്റിയ കറക്റ്റ് ഫോർമുലയാണ് അമ്മ പറയണത്. എന്താണ്?
ദൈവത്തെ ഇങ്ങനെ വിളിച്ചപേക്ഷിച്ച് ഇടപെടാൻ പറ്റുന്ന കേസല്ല. പിന്നെന്താണ്? അവൻ പറയണ പോലെ ചെയ്യണം. അതാണ് ഉടമ്പടി. കൈയടിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇല്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിലൂടെയും അതുപോലെ തന്നെ നീ ശബ്ദത്തിലൂടെ കടന്നു പോകും, നദിയിലൂടെ കടന്നു പോകും. അപ്പോഴെന്താ പറയണത്? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദാറ്റ്സ് എ പോയിന്റ്. അവിടെ അണ്ടർലൈൻ അവിടെയുണ്ട്. എന്താണ്? നീ ശബ്ദത്തിലൂടെ കടന്നു പോകും. പറഞ്ഞേ, ഈ സമുദ്രത്തിലൂടെ കടന്നു പോകും. കണ്ണീരിൻ്റെ കാലത്തിലൂടെ കടന്നു പോകുന്നതായി പറയണത്. പിന്നെ എന്ത് ചെയ്യും? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പം കണ്ണീരിൻ്റെ കാലം, നാളെ ചിരിയുടെ കാലം വരും. ചിലപ്പോൾ കർത്താവ് കൂടെ ഉണ്ടാകണം നിർബന്ധമില്ല. നിങ്ങളൊന്ന് ചിന്തിക്കണേ, നാളെ ചിരിയുടെ കാലം വരും. ചിരി മാത്രം ഉണ്ടാകും, കർത്താവ് ഉണ്ടാകത്തില്ല. പക്ഷെ കണ്ണീരിൻ്റെ കാലത്ത് നിന്നെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ് നിന്റെ ദൈവം. കൈയിടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കണ്ണീരിന്റെ കാലത്ത് നമുക്കിപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലേ, നെവിൻ ജോസഫ് എന്താ പറയണത്? എൻ്റെ കണ്ണീരിൻ്റെ കാലമാണ്, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, എനിക്ക് പൊള്ളൽ അനുഭവിച്ചു, പക്ഷേ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് എന്താ കാരണം? നീ അഗ്നിയിലൂടെ നടക്കും, അല്ലെ സമുദ്രത്തിലൂടെ നടക്കും. കാര്യം എന്താണ്? സമുദ്രം നിന്നെ മുക്കിക്കളയത്തില്ല. കാര്യം എന്താണ്? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദാറ്റ്സ് എ പ്രസൻസ് ഓഫ് ഗോഡ്. മനസ്സിലായില്ലേ? ഉടമ്പടി നിങ്ങൾക്ക് നൽകുന്നത്, പരീക്ഷയ്ക്ക് നിങ്ങൾ തോറ്റാലും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കാൻ ഇനി സമയമുണ്ടെങ്കിലും നിന്റെ ദൈവം നിന്നെ വിട്ടുപോകാൻ നിൽക്കും. കൈയിടിച്ച് കർത്താവ് അപ്പോൾ മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഉടമ്പടിയിലുള്ള പ്രത്യേക അപ്ഡേഷൻസ് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഗോഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായില്ലേ? പ്രസൻസ് ഓഫ് ഗോഡ് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് നിൻ്റെ ഈ കണ്ണുനീര് വറ്റണ വരെ, തുടച്ചു നീക്കണ കാലം വരെ ദൈവം നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കും. അതിന് ഏറ്റവും ടോപ്പ് സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യേണ്ടത് അമ്മയാണ്. അമ്മ ഇങ്ങനെയുള്ള കണ്ണീരിൻ്റെ കാലത്ത് ഒരിക്കലും നെഗറ്റീവ് സംസാരിക്കത്തില്ല. നിങ്ങളെപ്പോഴും ചെയ്യണം. നിങ്ങളെപ്പോഴും അമ്മ മാക്സിമം ചെയ്ത ഹൃദയത്തിൽ സംഗ്രഹിക്കാത്തതേ ഉള്ളൂ. 2:19, 2:52 അതാണ്. 2:19, 2:52 എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കണ്ണീരിൻ്റെ നനവ് തോന്നിയ നിമിഷങ്ങളിലെല്ലാം അമ്മ ചുണ്ട് കൂട്ടിക്കളയും, ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്താ കാര്യം? ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. തൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അമ്മയ്ക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടും. ഇങ്ങനെ കണക്ഷൻ കിട്ടണം. എന്തെങ്കിലും തകർച്ചയൊക്കെ വന്നുമ്പോഴേ പെട്ടെന്ന് കണക്ഷൻ കിട്ടണം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല പ്രശ്നം, കണക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് പ്രശ്നം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല. നീ വെട്ടിപ്പം മെനയുമായിട്ട് ജീവിച്ച ദൈവം നിൻ്റെ ഹൃദയത്തിലുണ്ട്, പക്ഷെ നിന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. ഇപ്പം നിൻ്റെ അമ്മ അല്ല നിൻ്റെ അപ്പൻ കുഞ്ഞുങ്ങളിവിടെയൊക്കെ ഉണ്ട്, ഇവിടെ എവിടെയെങ്കിലും തിരക്കിലുണ്ടെന്ന് വിചാരിച്ചോ, നിനക്ക് കണക്ഷൻ കിട്ടണം. അതിന് അവിടെ വൈഫൈ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നെറ്റ് ഉണ്ടാകണം, കുറേ പ്രശ്നങ്ങളുണ്ട്. അത് രണ്ട് ആളുള്ളതും നമുക്ക് അനുഭവിക്കുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം കണക്ഷൻ കിട്ടുന്നൊരു വിഷയമാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാണ്ടിരിക്കണമല്ല പ്രശ്നം, നമുക്ക് കണക്ഷൻ കിട്ടണില്ലെന്നാ പ്രശ്നം. അത് നമ്മുടെ സെറ്റിൻ്റെ കുഴപ്പമോ നെറ്റില്ലാത്ത പ്രശ്നമൊക്കെയാണ്. മനസ്സിലായില്ലേ? അതെപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവ് ദൈവമേ, എൻ്റെ ജീവിത പ്രശ്നങ്ങളിലെ പരിശുദ്ധ അമ്മയെ പോലെ പെട്ടെന്ന്
പെട്ടെന്ന് കണക്ഷൻ കിട്ടാൻ, കണക്ഷൻ നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, നിന്റെ സാന്നിധ്യം എന്നെ അനുഭവിക്കുവാൻ പ്രത്യേകമായ വിധത്തില് എന്നെ പ്രത്യേകമായ വിധത്തില് അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? ഓർമ്മശക്തിയാണ്. ഓർമ്മശക്തി എന്ന് പറയുന്നത് ഈ ആൽഷിമേഴ്സ് വന്ന് ആൾക്കാർ ഭാര്യ ആരാണ് പെങ്ങളല്ലാതെ ഇങ്ങനെ ബുദ്ധിയും ബോധമില്ലായിരിക്കണില്ല. ആ ഓർമ്മ അല്ല ഞാൻ പറയാം, അത് മനുഷ്യ ഓർമ്മ അതല്ല. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട്, പരിശുദ്ധാത്മ നൽകുന്ന ഓർമ്മ. ഞാൻ പഠിപ്പിച്ചിട്ടെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കൊന്നുമില്ലേ? വാശ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. Take that lesson. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടതല്ല നിങ്ങളെ അനുസ്മരിപ്പിക്കും. യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26 വായിച്ചോളൂ. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അനുസ്മരിപ്പിക്കുക എന്നുള്ള പറയണത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഇപ്പം തന്നെ നമ്മളൊരു പ്രത്യേക ഒരു പ്രതിസന്ധി കൂടി കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഇടയ്ക്ക് ഞാൻ അത് പറഞ്ഞാണ് പ്രസംഗത്തിൽ. എന്നാൽ ഞാൻ ഇപ്പോൾ ഓർത്തുകൊണ്ട് ഈ അനുസ്മരിപ്പിക്കുന്നതിന് ഉദാഹരണം പറയാം. ഇവളുടെ പാസ്പോർട്ട് റിജക്റ്റായിപ്പോയി. അപ്പോൾ പുതിയ പാസ്പോർട്ട് വേണം. പ്രോസസ്സിങ്ങിലിരിക്കുകയാണ്. ആ സമയത്താണ് പാസ്പോർട്ടിൽ മിസ്റ്റേക്ക് കണ്ടെത്തിയിട്ട് ഫോറിൻ രാജ്യത്ത് നിന്ന് പാസ്പോർട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ എംബസി ചെന്ന് പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് പറയുമ്പോൾ ഇത് കള്ളത്തരമാണ്, അങ്ങനെയൊന്നുമില്ല, ഇത് കറക്റ്റാണെന്ന് ഇവർ പറയണം. പക്ഷേ അവർ പറയണത് കറക്റ്റല്ലെന്ന് പറയണം. അപ്പോൾ ഇവളെന്ത് ചെയ്യാനാണ്? ഫോറിൻ രാജ്യത്ത് റിജക്റ്റ് ചെയ്ത് ഇന്ത്യക്കാരനെ പാസ്പോർട്ട് ഓഫീസ് അംഗീകരിക്കണമില്ല. ഇവിടെ പാസ്പോർട്ട് ഓഫീസിന് ബാധിക്കുക വെറുതെ വിഷമിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മ പ്രവർത്തിച്ച് പറയും, മുകളിലൊരാളിരിപ്പുണ്ട്, അയാളുടെ ഇത് സംസാരിക്കാൻ പറയും. ഹയർ അതോറിറ്റി ഉണ്ടെന്ന്. അതാണ് ഓർമ്മശക്തി എന്ന് പറയുന്നത്. പെട്ടെന്ന് ആ ക്രൈസിസിനെ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ പോരേണ്ടി വരും. ആരോട് പറയാനാണ്? എന്തറിയാൻ പാടില്ലാതെ കാര്യം. നമുക്ക് അറിയണതല്ല പ്രശ്നം, അറിയണത് അനുസ്മരിപ്പിച്ച് കിട്ടുന്നതാണ് പ്രശ്നം. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാവേ, പക്ഷെ തക്ക സമയത്ത് ഓർപ്പിച്ച് കിട്ടത്തില്ല. അതാണ് വിഷയം. എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം, പക്ഷേ ഓർമ്മയെന്ന് പറഞ്ഞ മെക്കാനിസം പെട്ടെന്ന് വർക്ക് ചെയ്യത്തില്ല. ഓ ശരി, ഞാനത് ഓർത്തില്ല, ഞാനപ്പം അത് ഓർത്തില്ലെന്ന്. അതാണ് വിഷയം. അതിനു വേണ്ടിയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 14:26 ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്റെ മിസ്സിംഗ് ടൈമിലെ എന്നെ ഓർപ്പിച്ചു തരാൻ, എന്നെ വിശേഷ വിധിയായി അഭിഷേകം ചെയ്യണമേ. അപ്പം നമ്മൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ദൈവികമായ നടപടിക്രമങ്ങളുണ്ട്. നമ്മളൊരു ഫങ്ഷണറി ആയിപ്പോയാൽ പ്രശ്നമാണ്.
അപ്പം നിങ്ങളൊരു വസ്തു വിൽക്കണം, ശരി, ഒരു ഉടമ്പടി എടുത്തു, ഒന്ന് പുതുക്കി, വസ്തു വിറ്റു, സാക്ഷ്യവും പറഞ്ഞ് ആ ഫയലും ക്ലോസായി, നിങ്ങൾ പഴയ ലോകത്താനായിട്ട് കുറച്ച് കഴിയുമ്പോൾ ജീവിക്കും. ഇത് ലാഗ് ചെയ്യാൻ കാരണം അതാണ്. ലാഗ് ചെയ്യാൻ കാരണം ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ ദൈവത്തിന് പോലും സഹിക്കത്തില്ല, ചവിട്ടിക്കൊല്ലാൻ തോന്നിപ്പോവും. അതാണ് പ്രശ്നം. കാര്യം നിങ്ങളിപ്പോൾ വസ്തു വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, വസ്തു വിറ്റു, സാക്ഷ്യവും പറഞ്ഞ് കുറേ ലക്ഷങ്ങൾ വന്ന്, അപ്പോഴും നിങ്ങൾ മേടിച്ചാൽ കൊടുക്കത്തില്ല. അതിന് വേറെ വിഷയം. നിങ്ങൾ മേടിച്ചിട്ടുണ്ട്, കുറേ കാശ് മേടിച്ചിട്ടുണ്ട് ആൾക്കാരുടെ, അത് കൊടുക്കത്തില്ല. ആ സമയത്ത് മക്കൾ പറയും, ആ കാർ എടുക്കണം, ഈ വണ്ടി എടുക്കണം, ഈ ഡൂക്ക് എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ മക്കളുടെ പുറകെ പോകും. മറ്റവൻ അവിടെ മകളെയും കെട്ടിക്കാതെ തെണ്ടി തിരിഞ്ഞ് നടക്കണ കാണാം, ചെമ്പരത്തി പോവും ചെവി വെച്ചുകൊണ്ട്. നിങ്ങളൊറ്റ ആൾക്കാർ കാരണം. ഈ അഭ്യാസം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ലാഗ് ചെയ്യണത് അനുഗ്രഹം. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ഒരു തീരുമാനം എടുക്കുക. കർത്താവായ ദൈവമേ, എന്നെ നീ അനുഗ്രഹിച്ചാൽ നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയെ പോലെ എന്റെ പെരുമാറ്റത്തിന്റെ എല്ലാ മേഖലകളിലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നിന്നെ ഓർത്തുകൊണ്ട് ജീവിക്കാമെന്ന് കർത്താവേ നിന്നോട് ഞാൻ വാക്ക് തരുന്നു. എന്റെ ഉടമ്പടി പാലിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ ഉടമ്പടി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ തൽഫലമായ തൽസമമായ പ്രവൃത്തികൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുവാൻ യേശുവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം